ഇത്രയും സ്നേഹമുള്ള ഗീവർഗീസ് തോമസ് അച്ഛൻ, കൊച്ചമ്മ, കടന്നു വന്നിരിക്കുന്ന ദൈവജനമേ, എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ നോമ്പിന്റെ 24-ാമത്തെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുന്നു. നാം നോമ്പിന്റെ 1-ാം ഞായറാഴ്ച മുതൽ നാം ചിന്തിച്ചത്, ഫസ്റ്റ് സൺഡേയിൽ നാം ചിന്തിച്ചത് കാനാവിലെ കല്യാണത്തിനെ പച്ചവെള്ളം വീഞ്ഞാക്കുന്നതാണ്. 2-ാം ഞായറാഴ്ച നാം ചിന്തിച്ചത് കുഷ്ഠരോഗിയുടെ സൗഖ്യം. 3-ാം ഞായറാഴ്ച നാം ചിന്തിച്ചത് പക്ഷവാത രോഗിയുടെ സൗഖ്യം. 4-ാം ഞായറാഴ്ച നാം ചിന്തിച്ചത് കനാന്യ സ്ത്രീയുടെ മകളുടെ സൗഖ്യം. നോമ്പിന്റെ 24-ാമത്തെ ദിവസത്തെ സന്ധ്യ നമുക്ക് വേണ്ടി ദൈവം തമ്പുരാൻ ദാനമായി തന്നു. അനേക പ്രിയപ്പെട്ടവർ മാറ്റപ്പെട്ടവർ ലോകത്ത് നമുക്കും ഒരു വർഷം കൂടെ കർത്താവ് ആയുസ്സും ആരോഗ്യം ബലവും തന്ന് നമ്മെ ഭൂമിയുടെ മുകളിൽ നിർത്തി. അതിന് ദൈവത്തോട് ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകർ ആഗ്രഹിച്ചിട്ട് ഈ പദവി ലഭിക്കാതെ ഭാരത്തോടെ വേദനയോടെ ആയിരിക്കുമ്പോൾ അവരെക്കാൾ ശ്രേഷ്ഠരായിട്ടല്ല കർത്താവ് നമ്മെ ഒരു നിമിഷം കൂടെ നിലനിർത്തി കൃപയ്ക്ക് ദൈവത്തോട് ആദ്യമായി നന്ദി പറയുന്നു. നമ്മുടെ ഇന്നത്തെ ധ്യാന ചിന്തയെന്ന് പറയുന്നത് പുറപ്പാടിന്റെ നൊമ്പരങ്ങൾ എന്നാണ്. അതിനെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന വേദഭാഗം എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 11-ാം അധ്യായത്തിന്റെ 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അവതരിച്ച ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുടെ സംഹാരം അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. നമുക്കറിയാം, മോശയെക്കുറിച്ച് പറഞ്ഞാലേ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മോശയെക്കുറിച്ച് പറയാനുണ്ട്. മോശ 40 വർഷക്കാലം ഫറവോന്റെ കൊട്ടാരത്തിൽ, രാജാവിന്റെ കൊട്ടാരത്തിൽ ഫറവോന്റെ മകള് മോശയെ കൊണ്ടുപോയി വളർത്തുകയും ആയോധന കലകളിലൊക്കെ പഠിച്ച് നല്ല മിടുക്കനായി യുദ്ധം ചെയ്യുവാൻ നല്ല യുദ്ധാഭ്യാസിയായി വളർന്ന ഒരു മകനായിരുന്നു മോശ. എന്നാൽ മോശയുടെ ജീവിതത്തിലെ പല പ്രതികൂലങ്ങൾ ആ സമയത്തിലൊക്കെ കടന്നു വരുന്നതായി നമുക്കറിയാം. മിസ്രയീമ്യർ ഇസ്രായേൽ മക്കളെ കൊണ്ട് കഠിന വേല ചെയ്യിക്കുന്നത് നിമിത്തം നമുക്കറിയാം 40 വർഷക്കാലം മോശ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർന്ന മോശയ്ക്ക് ചില പ്രതികൂലങ്ങൾ നേരിടുന്നതായി. ഒരു എബ്രായനെ അടിക്കുന്നത്, ഒരു എബ്രായനും ഒരു മിസ്രയീമ്യനും കൂടി വഴക്കു കൂടുന്നത് കണ്ടപ്പോൾ മോശ അവിടെ ചെല്ലുകയും മോശ മിസ്രയീമിനെ അടിച്ചു കൊല്ലു ആരും കണ്ടിട്ടില്ലെന്ന് മനസ്സിലാക്കി മോശ ആ മിസ്രയീമിനെ അടിച്ചു കൊല്ലുന്നു. എന്നാൽ പിറ്റേന്ന് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ 2 എബ്രായ ബാലന്മാർ തമ്മിൽ സംസാരിക്കുകയും അവർ തങ്ങളിൽ വഴക്കുകൂടുകയും ചെയ്യുന്നത് കണ്ടപ്പോൾ മോശ അവരുടെ അടുത്ത് ചെന്ന് അവരെ പിടിച്ചു മാറ്റുന്നു. അപ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായകർത്താവും ആക്കിയത് ആർ? ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് പറഞ്ഞ് അത് കേട്ട് പേടിച്ച് മോശ അവിടെ നിന്ന് ഓടിപ്പോകുന്നതായി നമുക്ക് കാണുന്നു. ഇവിടെ നിന്ന് ഓടിപ്പോയിട്ട് മിദ്യാനിൽ ചെന്ന് പാർക്കുന്നു. അവിടെ 40 സംവത്സരക്കാലം അവിടെ യിത്രോയുടെ കൂടെ തൻ്റെ വിവാഹ ജീവിതവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ കഴിഞ്ഞുകൂടുന്നു. എന്നാൽ ആ സമയത്താണ് കർത്താവിന്റെ വിളി മോശയ്ക്കുണ്ടാകുന്നത്. മോശെ, ഇസ്രായേൽ ജനങ്ങളുടെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, നീ അവരെ വിടുവിക്കുന്നതിന് വേണ്ടി നീ പുറപ്പെട്ടു പോകണം. എന്നാൽ മോശ കർത്താവിനോട് ഒരുപാട് ഒഴിവുകൾ പറയുന്നുണ്ട്. നാമും ജീവിതത്തിൽ ഇതുപോലെയാണ്. ഒരുപാട് ഒഴിവുകൾ കർത്താവിന്റെ സന്നിധിയിൽ നാം പറയുന്നവരാ. നമുക്ക് പറ്റത്തില്ല, ഞങ്ങളെ കൊണ്ട് കഴിവില്ല, ഞങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ നമ്മുടെ ഒഴിവുകളൊന്നുമല്ല. നിന്നെ തിരഞ്ഞെടുക്കുവാൻ കർത്താവ് മതിയായവന. ആ കർത്താവ് നമ്മളെ മാനിപ്പാനും മതിയായവനാ. ആ കർത്താവിന്റെ കരങ്ങളിൽ നാം താഴ്ന്നിരുന്നു കൊടുത്താൽ ദൈവം തമ്പുരാൻ നമ്മെ മാനിക്കുമെന്ന് വാസ്തവമായി നാം മനസ്സിലാക്കണം. അപ്പോൾ മോശ വീണ്ടും കർത്താവിനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ വിക്കനാണ്, എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല, പ്രാപ്തിയൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അഹരോൻ നിന്റെ കൂടെ വരും, അഹരോൻ നിന്റെ കൂടെ വന്ന് നിനക്ക് വേണ്ടുന്നൊക്കെ നിന്റെ നാവോട് കൂടെ ഇരുന്ന് നിന്നോട് സംസാരിക്കുമെന്ന് പറയുന്നുണ്ട്. അത് വീണ്ടും നാം കാണുന്നത് ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി മോശയെ കർത്താവ് അയക്കുന്നു. അവിടെ ചെന്ന് അവരെ 9 ബാധ അവിടെ ഫറവോന്റെ ഇടത്ത് ചെന്ന് അവിടെ 9 ബാധയെ അവിടെ അയക്കുന്നു. ഇസ്രായേലിനെ വിടുവിക്കുന്നതിന് വേണ്ടി അവരുടെ കഷ്ടതയും അവരുടെ കണ്ണുനീരും കണ്ടിട്ട് ആ 9 ബാധ അവിടെ അയക്കുമ്പോൾ ആ 9 ബാധയിലും ഫറവോന്റെ ഹൃദയത്തെ ദൈവം തമ്പുരാൻ കഠിനപ്പെടുത്തുന്നു. അവിടെ ഫറവോനെ അവരെ വിടുവാൻ തയ്യാറാകുന്നില്ല. ആ സമയത്ത് അവരുടെ ഉത്സവമായ അവരുടെ 1-ാമത്തെ ഉത്സവമായ പെസഹ പെരുന്നാൾ അവർ ആചരിക്കുന്നു. ആ പെസഹ പെരുന്നാളിന് അവരൊരു തീരുമാനമെടുക്കുന്നു. ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ, 1 വയസ്സ് പ്രായമുള്ള ഒരു ആട്ടിൻകുട്ടിയെ യാഗമായി അർപ്പിക്കണം. നമുക്ക് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ
3 മുതലുള്ള വാക്യത്തിൽ ഇപ്രകാരം വായിക്കാം. അവർ ആബീബ് മാസം 10-ാം തീയതി ഒരു ആട്ടിൻകുട്ടിയെ, ഊനമില്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ നിങ്ങൾ എടുക്കണം. ആട്ടിൻകുട്ടിയുടെ പ്രത്യേകത എന്തെന്നാൽ ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത ആട്ടിൻകുട്ടി ആയിരിക്കണം. അത് ചെമ്മരിയാടോ കോലാടോ ആയാലും കുഴപ്പമില്ല. ഈ 14-ാം തീയതി വരെയും 10-ാം തീയതി കൊണ്ടുവന്ന ആട്ടിൻകുട്ടിയെ 14-ാം തീയതി വരെയും അവരെ സൂക്ഷിക്കണം. ആട്ടിൻകുട്ടിയെ അറക്കണം എന്ന് കർത്താവിന്റെ കൽപ്പന ഉണ്ടാകുന്നു. ഇസ്രായേൽ സഭയെല്ലാം കൂട്ടമെല്ലാം സന്ധ്യാസമയത്തെ അതിനെ അറുക്കണം. 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ അവരെ അറുത്ത് അതിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തളിക്കണം. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായം താഴോട്ട് നാം വായിക്കുമ്പോൾ എങ്ങനെ അത് കഴിക്കണമെന്നാണ്. കയ്പ് ചീരയോടുകൂടെ തിന്നണം എന്നാണ് കർത്താവിന്റെ കൽപ്പന. വീണ്ടും അതിന്റെ 22-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ കുടുംബങ്ങൾക്കൊത്തവണ്ണം ഓരോ ആട്ടിൻകുട്ടിയെയും തിരഞ്ഞെടുത്ത് നിങ്ങൾ പെസഹയെ അറുപ്പീൻ. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടളപ്പടിമേലും തളിക്കണം. കുറുമ്പടിമേലും കട്ടളപ്പടിമേലും തളിക്കുമ്പോൾ സംഹാരദൂതൻ കടന്നു വരുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സംഹാരദൂതൻ കയറുകയില്ല. അപ്പോൾ ആ ഒരു നിർദ്ദേശം കർത്താവ് അവർക്ക് കൊടുക്കുന്നു. അവരത് അനുസരിക്കുന്നു. മോശ അവരുടെ കർത്താവിന്റെ വാക്ക് അനുസരിക്കുന്നു. യഹോവ അവരോട് സംസാരിക്കുന്നു. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്ത് ഇറങ്ങരുതെന്ന് അവരോട് പറയുന്നു. സന്ധ്യാസമയം ആട്ടിൻകുട്ടിയെ, ഊനമില്ലാത്ത 1 വയസ്സ് പ്രായമുള്ള ആട്ടിൻകുട്ടിയെ അറുക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. യഹോവ മിസ്രയീമ്യരെ ദണ്ഡിപ്പിക്കുന്നതിന് യഹോവ കടന്നു വരും. ഒരു സംഹാരദൂതൻ ദണ്ഡിപ്പിക്കുന്നതിന് കടന്നു വരുമ്പോൾ ഇസ്രായേൽ ജനങ്ങളെ അവിടെ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം കർത്താവിന്റെ കരം അവർക്ക് വേണ്ടി അവിടെ പ്രവർത്തിച്ചു. നാം ഓരോരുത്തരും ജീവിതത്തിൽ പ്രതികൂലങ്ങളുടെ നടുവിൽ പ്രതിസന്ധിയുടെ തളർന്നു പോകുമ്പോൾ നമ്മെ വിടുവിക്കുവാൻ കഴിവുള്ള ഒരു കരം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അവിടെ അവര് രാത്രി മുഴുവനും ദൈവത്തിന്റെ യഹോവയുടെ കരം അവരെ ദണ്ഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവിടെ കടിഞ്ഞൂൽ സംഹാരം, അവിടെ ആദ്യജാതന്മാരായ എല്ലാ കടിഞ്ഞൂലുകളെയും മൃഗങ്ങളുടെയും ഫറവോന്റെ കുടുംബങ്ങളിലെയും എല്ലാ കടിഞ്ഞൂലുകളെയും കർത്താവ് സംഹരിച്ചു. ഈ സമയത്ത് ഇസ്രായേലിനെ കർത്താവ് വിടുവിച്ചു. ഇസ്രായേലിന്റെ വീടുകളിലുള്ള എല്ലാ ഭവനങ്ങളിലും കട്ടൾപ്പടിമേലും കുറുമ്പടിമേലും യേശു കർത്താവിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം പുരട്ടിയതുകൊണ്ട് അവരതിൽ നിന്നും രക്ഷപ്പെടുവാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഈ കർത്താവ് നമ്മെ വിടുവിക്കുന്ന ദൈവമാകുന്നു. ഈ കർത്താവ് നമുക്ക് രാഹാബ് എന്ന വേശ്യയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. ചുവപ്പ് നാട് അവളുടെ വീട്ടിൽ കെട്ടിയത് കൊണ്ടാണ് അവളെ രക്ഷിക്കാൻ, അവളെയും കുടുംബത്തെയും ദൈവം തമ്പുരാൻ വിടുവിച്ചത്. അപ്പം നാം ഈ നാളുകളിൽ ദൈവത്തിന്റെ കരത്തിൽ താഴ്ന്നിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ കരത്തിൽ താഴ്ന്നിരിക്കുമ്പോൾ നമ്മെ വിടുവിച്ച ദൈവത്തെ നാം ഒരിക്കലും മറന്നു പോകരുത്. കനാൻ ദേശത്തേക്ക് ഇസ്രായേൽ മക്കൾ ചെല്ലുമ്പോൾ അവരോടൊരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളെ രക്ഷിച്ച യഹോവയുടെ പെസഹയാകുന്നു, നിങ്ങൾ ഇത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. ആ ആദ്യജാതന്മാരെ എല്ലാം ദൈവം സംഹരിച്ചു. എന്നാൽ മിസ്രയീമിൽ വലിയ നിലവിളി ഉണ്ടായപ്പോൾ മോശയെയും അഹരോനെയും വിളിച്ചിട്ട് ഫറവോ പറയുന്നുണ്ട്, നിങ്ങളുടെ ജനത്തെ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുവീൻ, നിങ്ങളുടെ ജനത്തെ കൊണ്ടുപോയി നിങ്ങളുടെ യഹോവയെ ആരാധിപ്പാൻ നിങ്ങൾ കൊണ്ടുപോയിക്കൊള്ളുവീൻ എന്ന് അവർക്ക് അധികാരം കൊടുക്കുന്നു. ഈ 9 ബാധയിലും ഫറവോന്റെ ഹൃദയത്തെ ദൈവം തമ്പുരാൻ കഠിനപ്പെടുത്തിയെങ്കിലും 10-ാമത്തെ കടിഞ്ഞൂൽ സംഹാരത്തിൽ ആ സംഹാരദൂതൻ കടന്നു വന്നപ്പോൾ അവർക്ക് മറ്റൊന്നും പറയുവാനില്ലായിരുന്നു. യഹോവയെ ആരാധിപ്പാൻ അവരെ വിട്ടയക്കുവാൻ ഫറവോൻ തയ്യാറാകുന്നു. അപ്പൊ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാള് ഒരു വിശുദ്ധീകരണത്തിന്റെ പെരുന്നാളാണ്. പുളിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭവനങ്ങളിലെ പാപം നാം ഇല്ലാതാക്കണം. പുളിപ്പ് നമ്മുടെ ഭവനത്തിൽ നിന്ന് ആക്കുമ്പോൾ നമ്മുടെ പാപം നമുക്ക് ഉപേക്ഷിക്കുവാൻ സാധിക്കും. ഒരു ശുദ്ധീകരണത്തിന്റെ, ഒരു രൂപാന്തരത്തിന്റെ ഒരു അവസ്ഥയിലൂടെ നമ്മൾ ഈ നൊയമ്പ് നാളുകളിൽ കടന്നു പോകണം. നമ്മൾ പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഇനി ഇത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ നാം ഇനി ഒരു പുതിയ അനുഭവത്തിലൂടെ ഈ നാളുകളിലെ മുന്നോട്ട് പോകണം. നമ്മൾ 25 നൊയമ്പ് നാളെ തുടങ്ങുകയാണ്. നമ്മൾ ഈ 24 ദിവസവും ചിന്തിച്ചത് പല കാര്യങ്ങളും നമ്മൾ ചിന്തിച്ചു. പലരിൽ കൂടി പല വചനങ്ങൾ നാം കേട്ടു. ഈ വചനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. നാം പ്രാവർത്തികമാക്കുവാനുള്ള വെളിപ്പാട് പുസ്തകം നാം വായിക്കുന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവര് കുഞ്ഞാടിന്റെ രക്തത്തിൽ അവരുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിലിരുന്ന ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിലിരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ അവർക്ക് ദാഹിക്കയില്ല, വിശക്കയില്ല. അവർ കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കുന്നവർക്ക് ദാഹിക്കയില്ല. അവർ മഹാകഷ്ടത്തിൽ നിന്ന്, വേദനയിൽ നിന്ന്, സങ്കടത്തിൽ നിന്ന് കടന്നു വന്നവരാ. അവരുടെ രക്തം
അവരുടെ അങ്കി കർത്താവിന്റെ രക്തത്താൽ, അതായത് അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തത്താൽ അവരുടെ അങ്കി വെളുപ്പിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടുണ്ട്. ഊനമില്ലാത്ത 1 വയസ്സുള്ള ഒരാടിനെ ചെമ്മരിയാടിനെയോ കോലാടിനെയോ അവരറുത്ത് പെസഹ ആചരിച്ചെങ്കിൽ നമ്മുടെയൊക്കെ ഭവനങ്ങളിലെ സംഹാരദൂതൻ കയറുവാൻ ഇടയാക്കാതെ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ രക്തം കട്ടളപ്പടിമേലും കുറുമ്പടിമേലും തളിക്കുന്നവരായി തീരുവാന് ഈ രക്തം, ഈ ഉന്നമില്ലാത്ത കുഞ്ഞാട് നമ്മുടെ യേശുക്രിസ്തു ആകുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. യഹൂദ ഗോത്രത്തിന്റെ സിംഹമായവനെ നാം സ്തുതിക്കുവാന്, വെള്ളോട്ടിന് സദൃശമായ കാലുള്ളവൻ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ നാം ഈ നാളുകളിൽ സ്തുതിക്കണം. ആ ദൈവം നമ്മുടെ വലിയവനാണ്. ആ കർത്താവിന്റെ പാദപീഠതയാണ് നാം ഈ നാളുകളിൽ ആരാധിക്കുന്നത്. യേശുക്രിസ്തു വലിയവനും ശക്തനുമാകുന്നു. ആ ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാകുന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. നമ്മുടെ കാഴ്ചകൾക്കപ്പുറമുള്ള കാഴ്ചയെ കാണുവാനും ധീരമായ നിലപാടുകൾ ഏറ്റെടുക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം ഒരുപാട് സന്ദർഭങ്ങളിൽ തളർന്നു പോകുന്നവര്, പ്രതിസന്ധികള്, പ്രതികൂലങ്ങള്, പ്രശ്നങ്ങള് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നാം ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കണം. നാം മനുഷ്യരിൽ ആശ്രയിക്കുവാനല്ല, നമ്മെ നടത്തിയ ഒരു ദൈവമുണ്ടെന്ന് നാം വിശ്വസിക്കണം. കർത്താവിന്റെ ശിഷ്യന്മാരുടെ കൂടെ 70 പേരെ കൂടെ കർത്താവ് തിരഞ്ഞെടുത്തിട്ട് അവർ പോയി കർത്താവിന്റെ സുവിശേഷം പറയുകയും രോഗികളെ സൗഖ്യമാക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ഒക്കെ ചെയ്തു. അവർ മടങ്ങി വന്നിട്ട് കർത്താവിനോട് ഇപ്രകാരം പറയുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു, കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നു. കർത്താവെ, നിന്റെ നാമത്തിൽ ഭൂതങ്ങളും ഞങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നു. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ആകാശത്ത് സാത്താൻ മിന്നൽ പോലെ താഴേക്ക് വീഴുന്നു. എന്നാൽ നീ ഭൂതങ്ങളെയും പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നമുക്ക് ഓരോരുത്തർക്കും ആ കർത്താവ് തന്നിരിക്കുന്നു. ശിഷ്യന്മാർക്ക് മാത്രമല്ല, പാമ്പുകളെയും തേളുകളെയും ചവിട്ടുവാനുള്ള അധികാരം നമുക്ക് ഓരോരുത്തർക്കും കർത്താവ് തന്നിരിക്കുന്നു. അവ യാതൊന്നും നിങ്ങൾക്ക് ഒരു കേടും വരുത്തുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നു. വീണ്ടും കർത്താവ് പറയുന്നു, ഭൂതങ്ങൾ പുറത്താക്കുന്നതിലല്ല, എൻ്റെ കർത്താവിന്റെ ഭവനത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ടോ എന്നാണ് കർത്താവ് അവിടെ ചോദിക്കുന്നത്. അവന്റെ വാസസ്ഥലത്ത് നാം ഒരുങ്ങിയിട്ടുണ്ടോ? അതിനുവേണ്ടി നാം പോകാൻ പ്രാപ്തരായിട്ടുണ്ടോ? ഈ നാളുകളിൽ കർത്താവിന്റെ ധീരമായ വചനങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നു, ഓരോരുത്തർ കൂടിയും കേൾക്കുന്നു. അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. നമുക്ക് വേണ്ടി അറുക്കപ്പെട്ട ഊനമില്ലാത്ത ഒരു കുഞ്ഞാട് നമുക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ആ കുഞ്ഞാടിന്റെ രക്തം നമ്മെ രൂപാന്തരപ്പെടുത്തണം. ആ കുഞ്ഞാടിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ഭൂമിയിലും ആകാശത്തിന് കീഴിലും മറ്റൊരുത്തനുമില്ല. അത് നമ്മുടെ യേശുക്രിസ്തു ആകുന്നു നാം മനസ്സിലാക്കണം. ആ ദൈവത്തിന്റെ പാദപീഠയിരുന്ന് ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സ്വർഗീയ സിയോനിലേക്കുള്ള യാത്രയാകുന്നു നമ്മുടെ ഈ യാത്ര. നമ്മൾ തീർത്ഥാടകരാകുന്നു ഈ ലോകത്ത്. സ്വർഗത്തിൽ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്ന നഗരത്തിലേക്കുള്ള യാത്ര അത്ര സുഖകരമായ യാത്രയല്ല. ആ യാത്രയിൽ നമുക്ക് കഷ്ടങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്. ഈ മരുഭൂപ്രയാസത്ത് പലപ്പോഴും നാം തളർന്നു പോകാറുണ്ട്. എന്നാൽ ജീവിതയാത്രയിൽ നാം തളരാതെ നമ്മെ മുന്നോട്ട് നടത്തുവാൻ കഴിവുള്ള ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ആ കർത്താവിനോട് കൂടെ വസിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങാൻ പ്രത്യാശയ്ക്ക് നമ്മുടെ ഭംഗം വരാതെ, ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു പോലെ, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നീ കൊയ്യുമെന്ന്. കർത്താവിന്റെ വചനം തളർന്നു പോകുന്ന അനുഭവങ്ങള്, പ്രതിസന്ധികള്, ഞെരുക്കിക്കളയുന്ന അനുഭവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ വലിയവനായ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മാറ്റമില്ലാത്ത വചനം നമ്മെ ഓരോരുത്തരെയും ഓരോ നിമിഷവും വഴി നടത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എളിയ വചനത്തിൽ നിന്ന് ഇരിക്കുന്നു.